ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്ന് മനസ്സിലാക്കുന്നത്. സാധാരണ ഒരു വ്യക്തിക്ക് അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇതി മത്വാ ഭജന്തേമാം. ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങും, ഭഗവാനെ സേവിക്കാൻ തുടങ്ങും. ഭജന്തേ, ഭജിക്കാൻ തുടങ്ങും. ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുക എന്നാണ് അർത്ഥം. ശ്രീലപ്രഭാതർ പറയുന്നുണ്ട്, ഭജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുക എന്നാണ് അർത്ഥം. ഭജിക്കുക, ഭഗവാന് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും നൽകാൻ തയ്യാറാവുക, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. ഇതി മത്വാ ഭജന്തേമ. ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭജിക്കാൻ തയ്യാറാകുന്നു. എങ്ങനെ? ഭാവസമന്വിത, എല്ലാവിധ സ്നേഹത്തോടും കൂടി. ആരും നിർബന്ധിച്ചിട്ടല്ല ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നത്. ഉള്ളിൽ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി, പ്രേമപൂർവം ഭഗവാനെ സേവിക്കുന്നു എന്ന് പറയും. അങ്ങനെ സേവിക്കുന്ന ഒരു ഭക്തന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, മച്ചിത്ത മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. നമ്മൾക്ക് ശ്രീലപ്രഭാതരുടെ വിവർത്തനവും ഭാവാർത്ഥവും വായിക്കാം. അതിനുശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ധന്യമാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മച്ചിത്ത മത്കഥ പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. വിവർത്തനം. എൻ്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എൻ്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധതീർത്ഥരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. ഭാവാർത്ഥം. ഇവിടെ വിവരിച്ചിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ ശുദ്ധഭക്തന്മാർ ഇന്ദ്രിയാതീതമായ പ്രേമത്തോടു കൂടിയ ഭഗവത് സേവനത്തിൽ തികച്ചും വ്യാപൃതരായിരിക്കും. അവരുടെ മനസ്സുകളെ കൃഷ്ണന്റെ ചരണ കമലങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അവരുടെ സംഭാഷണം ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ചു മാത്രമായിരിക്കും. ശുദ്ധഭക്തന്മാരുടെ ലക്ഷണങ്ങൾ ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ച് വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണഭക്തന്മാർ ദിവസേന 24 മണിക്കൂറും ഭഗവാന്റെ ഗുണങ്ങളെയും ലീലകളെയും കീർത്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ ജീവനും മനസ്സും സദാ കൃഷ്ണനിൽ മുഴുകിക്കിടക്കുകയാണ്. മറ്റു ഭക്തന്മാരുമായി ഭഗവാനെ പറ്റി ചർച്ച ചെയ്യുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു. ഭക്തിയുത സേവനത്തിന്റെ പ്രഥമഘട്ടത്തിൽ അതിൽ നിന്ന് ലഭ്യമായ ദിവ്യമായ ആനന്ദത്തെ അവർ ആസ്വദിക്കുന്നു. പരിപക്വാവസ്ഥയിൽ അവർ ഭഗവത് പ്രേമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ അതീന്ദ്രിയാവസ്ഥയിൽ എത്തിയവർക്ക് സ്വധാമസ്ഥനായ ഭഗവാന്റെ നിതാന്ത പൂർണ്ണത അനുഭവവേദ്യമാകും. ആധ്യാത്മിക ഭക്തിയുത സേവനത്തെ ജീവാത്മാവിന്റെ ഹൃദയത്തിൽ ചെയ്യുന്ന ബീജാവബോധത്തോടെയാണ് ചൈതന്യ മഹാപ്രഭു ഉപമിക്കുന്നത്. ഈ വിശ്വത്തിലെ ഗ്രഹയൂഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവസത്തകൾക്ക് എണ്ണമില്ല. അവരിൽ നന്നേ കുറച്ചുപേർക്ക് ഒരു ശുദ്ധഭക്തനെ കണ്ടുമുട്ടാനും അങ്ങനെ ഭക്തിയുത സേവനത്തെ കുറിച്ചറിയാനും ഭാഗ്യമുണ്ടാകാറുള്ളൂ. ഒരു വിത്തുപോലെയാണ് ഈ ഭക്തിയുത സേവനം. ജീവസത്തയുടെ ഹൃദയത്തിൽ ഈ ബീജം നട്ടുകഴിഞ്ഞ ശേഷം ആ ജീവാത്മാവ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം ചെയ്തുകൊണ്ടും കേട്ടുകൊണ്ടിരുന്നാൽ ആ വിത്ത് മുളച്ചു വരും. ഒരു വിത്ത് പതിവായി നനച്ചുകൊണ്ടിരുന്നാൽ എന്നതുപോലെ ഭക്തിയുത സേവനത്തിന്റെ ആധ്യാത്മികമായ ചെടിയും ക്രമേണ വളർന്ന് ഭൗതിക ലോകത്തിന്റെ തോട് തുളച്ച് പരവ്യോമത്തിലെ ബ്രഹ്മജ്യോതിസോളം എത്തും. ആ പരവ്യോമത്തിലും അത് വളർന്ന് ഗോലോക വൃന്ദാവനം എന്നു പേരുള്ള കൃഷ്ണന്റെ സർവോത്കൃഷ്ട ലോകത്തോളം ഉയരുന്നു. അവസാനം അത് കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ച് വിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ ഒരു വൃക്ഷത്തിന് ക്രമേണ പൂക്കളും കായ്കളും ഉണ്ടാകുന്നതുപോലെ ഭക്തിയുത സേവനമാകുന്ന ലതയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു.
അപ്പോഴും ശ്രവണ കീർത്തനങ്ങളാലുള്ള ജലസേചനം തുടർന്നു പോരണം. ചൈതന്യ ചരിതാമൃതത്തിൽ ഈ ലതയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. മധ്യലീല അധ്യായം 19. ഭക്തിയുത സേവനമാകുന്ന ഈ ലത ഭഗവത് ചരണങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഭക്തൻ ഭഗവത് പ്രേമത്തിൽ ലയിക്കുമെന്നും പിന്നീട് അയാൾക്ക് മത്സ്യത്തിന് വെള്ളം കൂടാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ഭഗവത് സന്നിധിയിൽ നിന്നകന്ന് ജീവിക്കാനാവില്ലെന്നുമാണ് അതിൽ പറയുന്നത്. ഈ നിലയിൽ ഭക്തന് പരമപ്രഭുവുമായുള്ള സമ്പർക്കത്താൽ ആധ്യാത്മിക ഗുണവിശേഷങ്ങളെല്ലാം കൈവരുന്നു. ഭാഗവതം മുഴുവനും ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവരണങ്ങളാണ്. അതിനാൽ തന്നെ ശ്രീമദ് ഭാഗവതം ഭക്തന്മാർക്ക് എത്രയും പ്രിയങ്കരമാണ്. ഇത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 12, 13, 18. ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം. ഭൗതിക കർമ്മങ്ങളെക്കുറിച്ചോ സാമ്പത്തികോന്നതിയെക്കുറിച്ചോ ഇന്ദ്രിയ സുഖാനുഭോഗങ്ങളെക്കുറിച്ചോ മുക്തിയെ പറ്റി തന്നെയോ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം അല്ല ഇതിൽ പ്രതിപാദിക്കുന്നത്. ഭഗവാന്റെയും ഭക്തന്മാരുടെയും ആധ്യാത്മിക സ്വഭാവത്തെ പൂർണ്ണമായി വിശദീകരിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥമേയുള്ളൂ ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് കൃഷ്ണാവബോധത്താൽ ഭഗവത് സാക്ഷാത്കാരം നേടിയവർ അത്തരം ഉത്കൃഷ്ട ഗ്രന്ഥത്തിന്റെ ശ്രവണത്തിൽ ആനന്ദം കൊള്ളുന്നു. യുവമിഥുനങ്ങൾക്ക് അന്യോന്യ സമ്പർക്കത്തിൽ അനുഭൂതമാകാറുള്ളതുപോലെ ഒരാനന്ദം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ധന്യമാതാജി, വളരെ വ്യക്തമായിട്ട് വായിച്ചു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. യെസ്, ഭഗവാൻ പറയുന്നു, മച്ചിത്താം അദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. കഴിഞ്ഞ ശ്ലോകത്തിന്റെ അടുത്ത സ്റ്റെപ്പാണ്. ആദ്യം ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കണം. അഹം സർവസ്യ പ്രഭുവോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ ലോകത്തിന്റെയും ഈശ്വരനാണ്. അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാറ്റിന്റെയും കാരണമായിട്ടുള്ള വ്യക്തി ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കിയ ബുദ്ധിമാന്മാർ ഭഗവാനെ അകമഴിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങും. അവർ പിന്നീട് ഭഗവാന്റെ ശുദ്ധഭക്തന്മാരായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ആ ശുദ്ധഭക്തന്മാരായിട്ട് മാറിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? എന്താണ് അവരുടെ പ്രവൃത്തി? എങ്ങനെയാണ് ഒരു ഭക്തനെ മനസ്സിലാക്കേണ്ടത്? അല്ലെ, എന്താണ് ഭക്തന്റെ ലക്ഷണം എന്ന് ഭഗവാൻ പറയാണ്. അല്ലെ, നമ്മള് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണോ ഭക്തൻ? നെറ്റിയിൽ വലിയ കുറി തൊട്ടിട്ടുള്ള വ്യക്തിയാണോ? തല മുട്ടയടിച്ചിട്ടുള്ള വ്യക്തിയാണോ? അല്ലെങ്കിൽ കാവ്യ വസ്ത്രം ഇട്ടിട്ടുള്ള വ്യക്തിയാണോ? ആരാണ് ഭക്തൻ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭക്തന്റെ ലക്ഷണം എങ്ങനെ നമുക്ക് ഭക്തനെ മനസ്സിലാക്കാം? അത് ഭക്തനോട് അടുത്ത് പെരുമാറുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഭക്തന്റെ ലക്ഷണങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മച്ചിത്ത എന്നാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ ഭക്തനാണെങ്കിൽ എപ്പോഴും ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചായിരിക്കും? ഭഗവാനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് എന്ന് പറയുന്നത്. ആരാണോ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് ആ വ്യക്തിയാണ് ഭഗവാന്റെ ഭക്തൻ. മച്ചിത്ത. ഇത് അത്ര എളുപ്പമല്ല യഥാർത്ഥത്തിൽ, അല്ലെ? നമ്മളെ പോലെ സാധാരണ വ്യക്തികൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? നാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, അല്ലെ? നമ്മുടെ വീട്, കുടുംബം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സമ്പത്ത്, അതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഭക്തന്മാർ, ശുദ്ധഭക്തന്മാര് ഭഗവാനെ കുറിച്ചാണ് നിരന്തരം ചിന്തിക്കുന്നത് എന്ന് പറയും. എന്തുകൊണ്ടാണ് അവർക്ക് നിരന്തരം ചിന്തിക്കാൻ സാധിക്കുന്നത്? അവർക്ക് ഭഗവാനോട് പ്രേമമുണ്ട്, അവർക്ക് ഭഗവാനോട് സ്നേഹമുണ്ട്, ഭഗവാനോട് അവർക്ക് ഇഷ്ടമുണ്ട്. അല്ലെ, നമ്മൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പ്രേമമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എപ്പോഴും നിരന്തരമായിട്ട് ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാൻ, സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു വ്യക്തിയോട് പ്രേമമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് ആരെക്കുറിച്ചായിരിക്കും? ആ വ്യക്തിയെ കുറിച്ചായിരിക്കും. അതേപോലെ ഭഗവാനോട് പ്രേമമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിരന്തരമായിട്ട് മാറ്റമില്ലാതെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂ. അപ്പൊ ഭഗവാനോട് പ്രേമമുള്ളവരെയാണ് ഭഗവാന്റെ ഭക്തന്മാരെന്ന് പറയുന്നത്.
അപ്പൊ അവർക്ക് തുടർച്ചയായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. അവരുടെ ചിന്തയെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതാണ് ഭക്തന്റെ നിലവാരം എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന ഭക്തന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരെ, അല്ലെ? ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെയുള്ള ഭക്തന്മാരെ കണ്ടുകിട്ടുക വളരെ കുറവാണ്. നമ്മൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ശുദ്ധഭക്തന്റെ അസോസിയേഷൻ എന്ന് പറയുന്നത് ശീലപ്രഭുപാദരുടേതാണ്, അല്ലെ? ശീലപ്രഭുപാദർ നിരന്തരമായിട്ട് എങ്ങനെയാണ് ഭഗവാന്റെ മഹാത്മ്യം ലോകം മുഴുവൻ പ്രചരിപ്പിക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും തുടർച്ചയായിട്ട്. അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു, അല്ലെ? അത് പറയുന്നുണ്ട്, മദ്ഗത പ്രാണ, മച്ചിത്ത. ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ഭഗവാന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ആണ് അവരുടെ ജീവിതം. അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, ഭഗവാനെ സേവിക്കണം, ഭഗവാനെ പ്രീതിപ്പെടുത്തണം. മദ്ഗത പ്രാണ, ഭഗവാന് വേണ്ടി അവരുടെ ജീവിതം അവർ ഒഴിഞ്ഞു വെക്കും. ഉയർന്ന നിലവാരത്തിലുള്ള ഭക്തന്മാർക്ക് ജീവിതത്തിന് വേറെ ഉദ്ദേശമൊന്നുമില്ല, ഭഗവാന്റെ സേവനത്തിനായിട്ടാണ് അവരുടെ ജീവിതത്തിനെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, മദ്ഗത പ്രാണ മച്ചിത്ത. അവർ ചിന്തിക്കുന്നത് ഭഗവാനെ കുറിച്ചായിരിക്കും, അവരുടെ ജീവിതം ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. മദ്ഗത പ്രാണ. ബോധയന്ത പരസ്പരം. രണ്ട് ഭക്തന്മാർ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഭക്തന്മാർ തമ്മിൽ കാണുന്ന സമയത്ത് അവരെന്താണ് സംസാരിക്കുന്നത്, ഏത് വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പറയും, അല്ലെ? നമ്മൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. ശീലപ്രഭാതർ പറയുന്നുണ്ട്, രണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും സംസാരിക്കുക ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ്. അവരൊരിക്കലും ഭഗവത്ഗീത ഭാഗവതം സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഓരോരുത്തരും എപ്പോഴും ചിന്തിക്കുന്ന, അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ചാണ് അവർ സംസാരിക്കുക. അപ്പൊ ഒരു ഭക്തനെ ആ ഭക്തന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ ഭക്തൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുക. ബോധയന്ത പരസ്പരം, ഭഗവാനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് അവര് സംസാരിക്കുക, അല്ലെ? രണ്ട് ഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് ഭഗവാനെ സംബന്ധിച്ച വിഷയങ്ങളാണ്. എന്തൊക്കെയായി ഭഗവാന്റെ പ്രചരണം, ഭഗവാന്റെ നാമപ്രചരണം ഏതുവരെ എത്തി, ഇപ്പം നമ്മൾ നാമജപമൊക്കെ ശരിയായ രീതിയിൽ ചെയ്യുന്നില്ലേ, ഭഗവത്ഗീത വായിക്കുന്നില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭക്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ഭഗവാന്റെ ഉത്സവം എന്താണ്, അതിനെന്തൊക്കെ തയ്യാറെടുപ്പ് ചെയ്യണം, എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് ഭക്തി എത്തിക്കാം, ഇങ്ങനെ ഭഗവാനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവര് സംസാരിക്കുക. ബോധയന്ത പരസ്പരം. മാത്രമല്ല ഭഗവത്ഗീത ഭാഗവതം ഇങ്ങനെയുള്ള ലീലകൾ, ഭഗവാന്റെ ലീലകളെ കുറിച്ചും അവര് പറയും. കഥയന്തശ്ചമാം നിത്യം, നിത്യം എല്ലായ്പ്പോഴും അവർ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്, ഭഗവാന്റെ ലീലകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഉപദേശങ്ങളെ കുറിച്ചാണ്. രണ്ടും ഭഗവാനെ സംബന്ധിച്ച വിഷയമാണ്. ഇപ്പൊ ഭക്തന്മാർ എന്തിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ, ഭഗവാനെ കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതും ശുദ്ധഭക്തന്റെ ഒരു ലക്ഷണമാണ്. കഥയന്തശ്ചമാം നിത്യം. എപ്പോഴാണ് അവർ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത്, ഏതെങ്കിലും സ്റ്റേജ് കെട്ടി സപ്താഹ സമയത്ത് മാത്രമല്ല അവർ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത്. ആ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഭഗവാനെ കുറിച്ച് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. നിത്യം എന്നാണ് പറയുന്നത്. എല്ലായ്പ്പോഴും അവർ ഭഗവാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കഥയന്തശ്ച മാം നിത്യം. കഥയന്തശ്ച മാം എന്നിവിടെ എടുത്തു പറയുന്നത്. മാം ആരെക്കുറിച്ചാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് തന്നെയാണ്. വേറെ എന്തെങ്കിലും വിഷയം സംസാരിക്കുകയല്ല അവർ ചെയ്യുന്നത്, ഭഗവാനെ കുറിച്ച് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. അത് തന്നെയാണ് അവരുടെ ഹോബി. അവർക്ക് വേറെ ഹോബിയൊന്നുമില്ല, അല്ലെ? ഭഗവാനെ കുറിച്ച് സംസാരിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എനിക്ക് വേറെന്തെങ്കിലും ചെയ്ത് ആനന്ദിക്കണം, അങ്ങനെ ഒരു ഭക്തൻ ഒരിക്കലും പ്ലാൻ ചെയ്യുന്നില്ല, അല്ലെ? ഭഗവാനെ കുറിച്ച് സംസാരിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാക്കി, സാമ്പത്തിക നേട്ടമുണ്ടാക്കി, അതുകൊണ്ട് എനിക്കൊരു വീടുണ്ടാക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു കാറ് വാങ്ങണം എന്നല്ല ഭക്തൻ ഒരിക്കലും ചിന്തിക്കുന്നത്. ഈ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെയാണ് ആ ഭക്തന് ഏറ്റവും സന്തോഷം. തുഷ്യന്തിച്ച രമന്തിച്ച, അത് വളരെ സന്തോഷപൂർവ്വം ആ ഭക്തന്മാർ ചെയ്യുന്നു എന്ന്. അത് സ്വാഭാവികമായിട്ട് അവര് ചെയ്യുന്നതാണെന്ന് പറയും. തുഷ്യന്തിച്ച രമന്തിച്ച,
അവരുടെ സന്തോഷം എന്താണ്? എപ്പോഴും ഭഗവാനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേറെ ഹോബിയുടെ ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇത് തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയും. അപ്പൊ ഇതാണ് യഥാർത്ഥ ഭക്തന്മാരുടെ ലക്ഷണം. അവർ എപ്പോഴും ചിന്തിക്കുന്നതും എപ്പോഴും പ്രവർത്തിക്കുന്നതും അവർ സംസാരിക്കുന്നതും ആരെക്കുറിച്ചാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ്. അവരുടെ ജീവിതം തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സേവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഭക്തന്മാരാണ് യഥാർത്ഥത്തില് ശുദ്ധഭക്തന്മാരെന്ന് പറയുന്നത്. അല്ല, അങ്ങനെയുള്ള ഭക്തന്മാർ അവരുടെ സമയവും ജീവിതവും ഒഴിഞ്ഞു വെച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഭഗവാനെ കുറിച്ച് കുറച്ചെങ്കിലും ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത്. അല്ലെ, ശ്രീല പ്രഭാതർ ഇതൊക്കെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് ഇപ്പോൾ. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടപെട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമായിരുന്നു. നമ്മൾ ഇതൊന്നും ചെയ്യില്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളയുമായിരുന്നു. പക്ഷെ ശ്രീലപ്രഭാതരെ പോലെയുള്ള ഒരു ശുദ്ധഭക്തൻ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ്? അദ്ദേഹം ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് തന്നെ ഇത് വായിക്കുന്നവരൊക്കെ ഭക്തന്മാരായി മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അല്ലാതെ എൻ്റെ പാണ്ഡിത്യം എല്ലാവരെയും അറിയിക്കണം, എനിക്ക് ഭഗവാനെ കുറിച്ചുള്ള നോളജ് അതെല്ലാവരെയും അറിയിക്കണം, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല ശ്രീലപ്രഭാതർ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. ശ്രീലപ്രഭാതരുടെ പുസ്തകങ്ങൾ വായിക്കുന്നവരൊക്കെ ഭക്തന്മാരായിട്ട് മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ശ്രീലപ്രഭാതർ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീലപ്രഭാതരുടെ പുസ്തകങ്ങൾ വായിക്കുന്നവരുടെ ഹൃദയത്തിൽ വലിയ മാറ്റമുണ്ടാകും. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. അല്ലെ, നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ഒന്നും പറയാൻ അറിയില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ശ്രീലപ്രഭാതർ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു പുസ്തകം, ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ചെറിയ പുസ്തകങ്ങൾ മുതൽ വലിയ പുസ്തകങ്ങൾ വരെയുണ്ട്. അതിലേതെങ്കിലും ഒരു പുസ്തകം നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ, ആ വ്യക്തി വായിക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാകും. കാരണം അത് ഒരു ശുദ്ധഭക്തന്റെ വാക്കുകളാണ്. ശ്രീലപ്രഭാതർ തന്നെ പറയുന്നുണ്ട് ശ്രീലപ്രഭാതരുടെ പുസ്തകങ്ങളെ കുറിച്ച്, ഇതെല്ലാം റെക്കോർഡഡ് സങ്കീർത്തനാണെന്ന് പറയും. നമ്മൾ വായിക്കുക, ശ്രീലപ്രഭാതരുടെ പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് കീർത്തനമാണ്. കാരണം ഇത് ശ്രീലപ്രഭാതർ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കീർത്തനമാണ്. അത് നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കൂടുതൽ ആളുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് സങ്കീർത്തനമാണ്. എല്ലാവരും ചേർന്ന് കീർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് സങ്കീർത്തനമായിട്ട് മാറും. അതാണ് കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ശ്രീലപ്രഭാതരുടെ പുസ്തകങ്ങൾ വായിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നത് എന്ത് തന്നെയാണ്? അതും കീർത്തനം തന്നെയാണ്. യെസ്. അപ്പൊ അങ്ങനെ ഭക്തന്മാർ നിരന്തരം ഭഗവാന്റെ സേവനത്തിൽ മുഴുകി അവരുടെ ജീവിതം തന്നെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുന്നു എന്ന് പറയും. യെസ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക്, ഈ ഭൗതിക ലോകത്തുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഈ ഭക്തി ലഭിക്കുന്നത് എന്നുള്ള കാര്യം വിശദമായിട്ട് ശ്രീലപ്രഭാതർ പറയുന്നുണ്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ ഭക്തന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഭക്തി എന്ന് പറയുന്ന ഈ ഒരു വിശിഷ്ട സമ്മാനം, ഈ ഒരു ഗിഫ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. എവിടുന്നാണ് ഈ ഭക്തി ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. ശ്രീലപ്രഭാതർ പറയുന്നുണ്ട്, ഈ വിശ്വത്തിലെ ഗ്രഹയൂഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവസത്തുക്കൾക്ക് എണ്ണമില്ല. അവരിൽ നന്നേ കുറച്ചു പേർക്ക് ഒരു ശുദ്ധഭക്തനെ കണ്ടുമുട്ടാനും അങ്ങനെ ഭക്തിയുത സേവനത്തെക്കുറിച്ച് അറിയാനും ഭാഗ്യമുണ്ടാകാറുള്ളൂ. ഒരു ശുദ്ധഭക്തനെ കണ്ടുകിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഭക്തി ലഭിക്കുകയില്ല. ശുദ്ധഭക്തനിൽ നിന്നാണ് നമ്മൾക്ക് ഭക്തിയുടെ ബീജം അല്ലെങ്കിൽ വിത്ത് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ മുന്നേ നമ്മൾ എത്രയോ ജന്മങ്ങളിൽ ഏതെല്ലാമോ ലോകങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയും. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതത്തില്, ബ്രഹ്മാണ്ടേ ഭ്രമിതേ കോ ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദേ ഭക്തിലതാഭി. ഗുരുവിന്റെയും കൃഷ്ണന്റെയും പ്രസാദം കൊണ്ടാണ് നമ്മൾക്ക് ഭക്തിലതയുടെ ആ ഒരു ബീജം, വിത്ത് ലഭിക്കുന്നത്. അതിന്റെ മുന്നേ നമ്മൾ എന്താണ് ചെയ്തിരുന്നത്? ഈ ബ്രഹ്മാണ്ടത്തിൽ മാത്രമല്ല
പല പല ബ്രഹ്മാണ്ടങ്ങളോട് നമ്മൾ അങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ മുന്നേ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു പോയി, പല പല ജീവിതങ്ങളായിട്ട്. അപ്പൊ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ സുഖം കിട്ടും, അവിടെ പോയി കഴിഞ്ഞാൽ സുഖം കിട്ടും എന്ന് വിചാരിച്ച് പല സ്ഥലത്തും ചുറ്റിക്കറങ്ങി നോക്കി. അങ്ങനെ അവസാനം ഭാഗ്യമുള്ള ജീവാത്മാക്കൾക്ക് മാത്രമാണ് ഈ ഒരു ഭക്തി ലഭിക്കുന്നത്. ശുദ്ധഭക്തന്മാരെ കണ്ടുമുട്ടുമ്പോഴാണ് നമ്മൾക്ക് ഈ ഭക്തി ലഭിക്കുന്നത്. അല്ലെ, ഭാഗവതത്തില് അതിന്റെ ഒരു ഉദാഹരണം, വ്യത്യസ്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തെ സ്കന്ധത്തിൽ തന്നെ നാരദ മഹർഷിയുടെ ഉദാഹരണം പറയുന്നു. അല്ലെ, നാരദ മഹർഷി ഒരു ദാസീപുത്രനായിട്ടായിരുന്നു പൂർവ്വജന്മത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് അവരുടെ അമ്മയും മകനും ഭക്തന്മാരെ സേവിച്ചു. ശുദ്ധഭക്തന്മാരെ സേവിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടായി. ചതുർമാസത്തിൽ ഭക്തന്മാരൊക്കെ മഴക്കാലത്ത് അതുവരെ ചുറ്റി സഞ്ചരിച്ച് പ്രചരണം നടത്തുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, വേനൽക്കാലത്തും മറ്റു സമയത്തൊക്കെ. പക്ഷെ മഴക്കാലത്ത് അങ്ങനെ അവർക്ക് ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഈ ശാസ്ത്ര പഠനവും ഭഗവാന്റെ സേവനം കേട്ട് പഠനത്തിൽ കൂടുതൽ മുഴുകും. ചർച്ചകളിലും ഇപ്പൊ പറഞ്ഞതുപോലെ കഥയും ദശമാം നിത്യം ദുഷ്യന്തി രമന്തിച്ച, ഭക്തന്മാരെല്ലാം ചേർന്ന് ഭഗവാനെ കുറിച്ച് കൂടുതൽ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കും. അപ്പൊ അവർക്ക് കൂടുതൽ ആനന്ദമുണ്ടാകും. അപ്പോ അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കഥയുടെയും ഡീറ്റെയിൽ അവർ പറയും. എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്, ഭഗവാൻ എന്താണ് ഓരോ ലീലയ്ക്കും ഉപയോഗിച്ചത്. ഇങ്ങനെ വളരെ വിശദമായിട്ട് ഡീപ്പായിട്ട് അവർ ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർക്ക് വലിയ ആനന്ദമുണ്ടാകും. കൂടുതൽ കൂടുതൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കും തോറും കൂടുതൽ ആനന്ദമുണ്ടാകും. അല്ലെ, ആനന്ദാംബുതി വർധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം. ചൈതന്യം ശിക്ഷാഷ്ടകത്തില് ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ്. നമ്മൾ എത്രത്തോളം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നോ, എത്രത്തോളം ഭഗവാന്റെ നാമം ജപിക്കുന്നോ, അത്രത്തോളം ആനന്ദം വർദ്ധിക്കും. തുഷ്യന്തിച്ച രമന്തിച്ച എന്നാണ് പറയുന്നത്. അതാണ് ഭക്തന്മാർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചതുർമാസ സമയത്ത് ഭക്തന്മാരിങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്യാൻ ഇവർക്ക് നാരദ മഹർഷിക്കും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സാധിച്ചു. അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നാരദ മഹർഷിക്ക് ഭക്തി ലഭിക്കുന്നത്. അവർ കഴിച്ചതിന്റെ ഉച്ഛിഷ്ടം മഹാപ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം നാരദ മഹർഷിക്കുണ്ടായി. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം തെളിഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ഭക്തിയുത സേവനത്തിന്റെ പ്രഥമഘട്ടത്തിൽ അതിൽ നിന്ന് ലഭ്യമായ ദിവ്യമായ ആനന്ദത്തെ അവർ ആസ്വദിക്കും. അപ്പൊ പ്രഥമഘട്ടത്തിൽ തന്നെ നമ്മൾക്ക് ഭഗവാന്റെ അനുഭൂതി ഉണ്ടാകും, ഭഗവാന്റെ സാന്നിധ്യം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും, ഭഗവാന്റെ രൂപം നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും. അപ്പൊ നാരദമുനിക്ക് നാരദ മഹർഷിക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ തെളിഞ്ഞു വന്നിട്ടുള്ളത്, ആ ഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ട്. പിന്നീട് പല പ്രാവശ്യം നാരദമുനി കൃത്രിമമായിട്ട് ഭഗവാന്റെ രൂപം കാണാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ പിന്നീട് കാണാൻ സാധിക്കും. പക്ഷെ ആ ഒരു പ്രാവശ്യം കണ്ടത് തന്നെ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചു. അത്രയ്ക്കും മനസ്സിനെ മുഴുവൻ ബാധിക്കുന്ന, അത്രയ്ക്കും എഫക്റ്റീവായിരുന്നു ആ ഒരു രൂപം, ഭഗവാന്റെ രൂപം. ഒരു പ്രാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അത് സ്വപ്നം കാണുന്നത് പോലെയല്ല, അല്ലെ? സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രാത്രി കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് മറന്നുപോകും. സ്വപ്നത്തിൽ പല രൂപവും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഭഗവാന്റെ രൂപം ഒരു പ്രാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് അത്രയും അതീന്ദ്രിയമായതുകൊണ്ട്, ഭഗവാന്റെ രൂപം അതീന്ദ്രിയമായതുകൊണ്ട് ആ രൂപത്തിന് നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല. മാത്രമല്ല ഭഗവാന്റെ രൂപം സത്യമാണ്, അല്ലെ? സത്യമായതുകൊണ്ട് നമ്മൾ ആ രൂപത്തിന് ഒരിക്കലും മറക്കുന്നില്ല എന്ന് പറയും. അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾ അത് കാണാൻ വേണ്ടി ശ്രമിക്കും. നാരദമുനി അങ്ങനെ ശ്രമിച്ചു, പക്ഷെ നാരദ മഹർഷിക്ക് കാണാൻ സാധിച്ചില്ല. നാരദമുനിക്ക് അങ്ങനെ ശ്രമിച്ച സമയത്ത് ഒരു അശരീരി, ഒരു ശബ്ദം മാത്രം കേൾക്കാൻ സാധിച്ചു. ഈ ജന്മത്തിൽ ഇനി നിനക്ക് എന്റെ രൂപം കാണാൻ സാധിക്കില്ല, നീ എന്റെ ഭക്തി സേവനത്തിൽ ഏർപ്പെടുകയാണ് വേണ്ടത്, അടുത്ത ജന്മത്തിൽ നിനക്ക് നിരന്തരമായിട്ട് ഭഗവാനെ കാണാൻ സാധിക്കും എന്നുള്ള ഒരു ശബ്ദം നാരദ മഹർഷിക്ക് കേൾക്കാൻ സാധിച്ചു. നാരദ മഹർഷി ഭഗവാന്റെ സേവനം, ഭഗവാനെ കുറിച്ച് കൂടുതൽ കേൾക്കുന്നതിന് വേണ്ടി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. വ്യത്യസ്തരായിട്ടുള്ള ഭക്തന്മാരിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കൂടുതൽ കേട്ടു. അങ്ങനെയാണ് ആ ഭക്തിയുടെ ബീജം, ഇപ്പൊ ഹൃദയത്തിൽ ഭക്തിയുടെ ബീജം വന്നു, വിത്ത് വന്നു. ഇനി അതിനെ മുളപ്പിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിൽ വെള്ളം ഒഴിക്കണം. എന്താണ് വെള്ളം?
ഭഗവാന്റെ നാമജപമാണ് ആ ജലസേചനം എന്നിവിടെ പറയും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം ചെയ്തുകൊണ്ടും കേട്ടുകൊണ്ട് ഇരുന്നാൽ ആ വിത്ത് മുളച്ചു വരും. നമ്മൾ നിരന്തരമായിട്ട് ദിവസവും ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ആ ഭക്തിയുടെ വിത്ത് അങ്ങനെ മുളച്ചു വരും. പിന്നെ നമ്മൾ വെള്ളം കൊടുക്കാം. വെള്ളം കൊടുക്കുന്നതിനോടൊപ്പം അതിന് കൊടുക്കുന്ന വളം നല്ല പുഷ്ടിയോടുകൂടി അത് വളരണമെങ്കിൽ അതിന് വളവും കൂടി കൊടുക്കാം. എന്താണ് വളം? ശ്രവണം, ഭഗവത്ഗീത ശ്രവണം, ഭാഗവത ശ്രവണം, ഇതൊക്കെ അതിന് ചേർക്കുന്ന വളമാണ്. അപ്പം നല്ല പുഷ്ടിയോടുകൂടി ആ ഭക്തിയുടെ ലത മുളച്ച് പുറത്തേക്ക് വരുന്നു. അത് ആ ഭൗതികതയുടെ തോട് മുഴുവൻ, ആ വിത്തിനൊരു തോടുണ്ടാവും. ആ തോടെന്താണ്? ഈ ഭൗതിക ലോകത്തിന്റെ തോടാണ്. അത് പൊട്ടിച്ച് ആത്മീയ ലോകത്തിലേക്ക് ആ ചെടി വളർന്നു വരുമെന്ന് പറയും. നമ്മൾ നിരന്തരമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാനെ കുറിച്ച് ഭഗവത്ഗീതയിലൂടെയും ഭാഗവതത്തിലൂടെയും കേട്ടുകഴിഞ്ഞാൽ ആ ഭക്തി ലതാ ബീജം വളർന്ന് ഭൗതിക ലോകത്തിന്റെയും മുകളിലെത്തി ദേവി മഹേശ ഹരിധാമസു തേഷു തേഷു, ഈ ദേവീധാമവും കടന്ന് കൈലാസധാമവും കടന്ന് വൈകുണ്ഠധാമവും കടന്ന് അവസാനം ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭഗവാന്റെ ധാമത്തിൽ ഗോലോക വൃന്ദാവനത്തിൽ ആ ചെടി എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അവസാനം ആ ചെടി ഭഗവാന്റെ പാദങ്ങളെ സ്പർശിക്കുമെന്നത്. ആ പാദങ്ങളെ സ്പർശിക്കുക, ആ പാദങ്ങളുടെ ശരണം സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ഭക്തിയുടെ വളർച്ചയുടെ പരിസമാപ്തി, അതിന്റെ ഫലപ്രാപ്തി എന്ന് പറയും. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ഐനന്ദ തനുജ കിങ്കരം പതിതം മാം വിഷമേ ഭവാം പുതോ കൃപയാ തവ പാദപങ്കജ സ്ഥിതധൂളി സദൃശം വിചിന്തയ. ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഭഗവാൻ നമ്മളെ ഭഗവാന്റെ പാദത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. അപ്പൊ നമ്മുടെ ആ ഭക്തിലത വളർന്ന് അവസാനം ഭൗതികതയുടെ തോടൊക്കെ പൊട്ടിച്ച് ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഈ നാമജപം എന്നുള്ള ജലസേചനം ചെയ്യണം, ശ്രവണ കീർത്തനങ്ങൾ ചെയ്യണം, ഭഗവത്ഗീത ഭാഗവതം കേൾക്കണം. ആ സമയത്ത് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? നല്ലവും വെള്ളവും വളവും ഒക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ മറ്റു ചെടികളും വളർന്നു വരും. അല്ലെ, ചുറ്റുപാടും മറ്റു ചെടികളൊക്കെ വളർന്നു വരും. ഒരു ചെടി മാത്രമല്ല വളരും. അപ്പൊ ഈ ഭക്തിയുടെ വിത്തിന്റെ കൂടെ മറ്റു വിത്തുകളൊക്കെ മുളച്ചു വരും. എന്താണ് മറ്റു വിത്തുകള്? ഭക്തി എന്നുള്ള വിത്ത് എന്തിനാണ് വളരുന്നത്? ഭഗവാനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഭക്തി. പക്ഷെ അതിന്റെ കൂടെ ഭക്തി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വേറെയും നേട്ടങ്ങൾ ഉണ്ടാകണം എന്നുള്ള മറ്റാഗ്രഹങ്ങളാണ് മറ്റു ചെടികൾ. ഭക്തി ചെയ്ത് എനിക്ക് മോക്ഷം ലഭിക്കാം, ഭക്തി ചെയ്ത് എനിക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാം, ഭക്തി ചെയ്ത് എനിക്ക് ഒരുപാട് സിദ്ധികൾ ഉണ്ടാക്കാം, ഭക്തി ചെയ്ത് എനിക്ക് ഒരുപാട് അനുയായികളെ, ഫോളോവേഴ്സിനെ ഉണ്ടാക്കാം എന്നുള്ള ചിന്തകളൊക്കെ കളച്ചെടികളാണ്. ഭക്തിയെ നശിപ്പിക്കുന്ന കളച്ചെടികളാണ്. അല്ലെ, കളച്ചെടികൾ വളർന്നു കഴിഞ്ഞാൽ ഈ യഥാർത്ഥ ചെടിക്ക് അത്ര വളരാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്, അതിനൊന്നല്ല വളർത്തേണ്ടത്, ആ കളച്ചെടികളെ അല്ല വളർത്തേണ്ടത്, ഭക്തിയെ മാത്രമാണ് വളർത്തേണ്ടത്. നധനം നജനം ന സുന്ദരി കവിതാംവാ ജഗദീശ കാമയെ മമ ജന്മനീശ്വരെ ഭവദാത് ഭക്തിർ അഹൈതു ഗീത്വ. ബാക്കിയുള്ളതൊക്കെ കളച്ചെടികളാണ്. ധനം, ജനം, സുന്ദരി, ഇതൊക്കെ കളച്ചെടികളാണ്. അതിനൊക്കെ പറിച്ചു കളഞ്ഞ് നമ്മൾ ആ ഭക്തിയിലതൊക്കെ ഒരു വേലി കെട്ടി സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. എന്തിനാണ് വേലി കെട്ടി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യം? മറ്റ് ജന്തുക്കളൊക്കെ, മറ്റ് ജീവികൾ, ആടുമാടുകളൊക്കെ വന്ന് തിന്നും. എന്താണ് ഈ ആടുമാടുകൾ എന്ന് പറയുന്നത്? അത് അഭക്തന്മാരുമായിട്ടുള്ള സംഘമാണ്. അല്ല, അഭക്തമായിട്ടുള്ള സംഘം ചേർന്ന് കഴിഞ്ഞാൽ ആ ഭക്തി അത് തിന്നുകളയും. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഭക്തന്മാരെ നിന്ദിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭക്തി നശിച്ചു പോകും. അങ്ങനെ ഭക്തി നശിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ്, അതൊക്കെ ഒഴിവാക്കണം. അങ്ങനെയാണ് ഭക്തിലതയെ വേലി കെട്ടി സംരക്ഷിക്കുക എന്ന് പറയും. അങ്ങനെ വേലി കെട്ടി സംരക്ഷിച്ച് ദിവസവും വെള്ളമൊഴിച്ച് നാമജപമാകുന്ന വെള്ളമൊഴിച്ച് ഭഗവത്ഗീത ഭാഗവതം പാരായണമാകുന്ന വളമിട്ട് കഴിഞ്ഞാൽ
ആ ഭക്തി വളരെ ശക്തമായിട്ട് വളർന്നു വന്ന് ഈ ഭൗതിക ചിന്താഗതികളൊക്കെ ഒഴിഞ്ഞ് അവസാനം ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരും. ആ സമയത്ത് നമ്മുടെ ഭയമൊക്കെ ഇല്ലാതാവും. അല്ല, അഭയം. ഭഗവാന്റെ പാദം അഭയമാണ്. അപ്പൊ നമുക്ക് ഭൗതികമായിട്ടുള്ള ഭയമൊക്കെ ഇല്ലാതായി നമ്മൾക്ക് ആനന്ദം, സമാധാനം ഉണ്ടാവും. സമാധാനത്തിന് ശേഷം ആനന്ദം ഉണ്ടായിട്ട് വരും എന്നുള്ളത്. ഇത് ആ ഭക്തി വളരുന്ന, ആ ഭക്തിലത വളരുന്ന സ്റ്റെപ്പുകളാണ് ശ്രീല പ്രഭുപാദർ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിന്റെ അവസാനത്തെ പാരഗ്രാഫ്, ഈ പാരഗ്രാഫ് ആ ഭക്തിലത വളരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫിൽ ശ്രീമദ് ഭാഗവതം വായിക്കുന്നതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറയും. ഭാഗവതം മുഴുവനും ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവരണങ്ങളാണ്. അല്ലെ, നമ്മൾ ഭൗതികമായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഭൗതികമായിട്ട് പ്ലാൻ ചെയ്യും. കാരണം ഗുണസങ്കോസ്യ അസദ്യോനി ജന്മസു. നമ്മൾ ഏത് ഗുണവുമുള്ള ആളുകളായിട്ട് ചേരുന്നോ ആ ഗുണമാണ് നമ്മൾക്ക് കിട്ടുക. അല്ലെ, മലയാളത്തിൽ പറയും മുല്ലപ്പൂമ്പടിയേറ്റ് കിടക്കും കല്ലിലും ഉണ്ടാകും ഒരു സൗരഭ്യം. സാധാരണ പറയും എന്താണ്, ചാണകം ചാരിയ ചാണകം മണക്കും, ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പറയും. അപ്പൊ ഭൗതികരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്താഗതി, നമ്മുടെ പ്ലാന്, നമ്മുടെ പ്രവൃത്തിയൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഭക്തന്മാരുടെ കഥകൾ, ഭക്തന്മാരുടെ ജീവിത ചരിത്രം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ പ്ലാനും നമ്മുടെ പ്രവൃത്തിയൊക്കെ അങ്ങനെയായിട്ട് മാറും. അതിന് നമ്മൾ ശ്രീമദ് ഭാഗവതം കേൾക്കണം. കാരണം എന്താണ്, ഭാഗവതം മുഴുവനും ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവരണങ്ങളാണ്. ഭാഗവതത്തിലാണ് ഭക്തന്മാരെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഭാഗവതം ആർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രന്ഥമാണ്? ഭാഗവതം ഭക്തന്മാർക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഗ്രന്ഥമാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ ശ്രീമദ് ഭാഗവതം മനസ്സിലാവുകയുള്ളൂ എന്നിവിടെ പറയുന്നുണ്ട്. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം. ഇത് വിഷ്ണു ഭക്തന്മാർക്ക് അല്ലെങ്കിൽ കൃഷ്ണ ഭക്തന്മാർക്കുള്ള ഗ്രന്ഥമാണ്. ഭക്തി ഇല്ലാത്തവർക്ക് ഇത് പാണ്ഡിത്യം കൊണ്ട് മനസ്സിലാകുകയില്ല. സംസ്കൃതം മുഴുവൻ പഠിച്ചു, പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നാമജപം കൊണ്ട് മാത്രം നമ്മൾക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാമെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഈ കാര്യമൊന്നും മനസ്സിലാകുകയില്ല. അവർ ഭാഗവതത്തിനെ വളച്ചൊടിച്ച് മറ്റു പല രീതിയിലും കൊണ്ടുപോകും. അവർക്ക് രസിക്കാനും സാധിക്കില്ല, അവർക്ക് ഭാഗവതം രുചിക്കാനും സാധിക്കുകയില്ല എന്ന് പറയും. അപ്പൊ ഭാഗവതം വേദഗ്രന്ഥങ്ങളെക്കാളും ഉപരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്ന് പറയും. വേദഗ്രന്ഥങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നത്, പ്രതിപാദിക്കുന്നത്. 4 പുരുഷാർത്ഥങ്ങൾ. പക്ഷെ പഞ്ചമ പുരുഷാർത്ഥമായിട്ടുള്ള ഭക്തിയെക്കുറിച്ചാണ്, ഭഗവത് ഭക്തിയെക്കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത് എന്ന് പറയും. ഇന്ദ്രിയ സുഖാനുഭോഗങ്ങളെ കുറിച്ചോ മുക്തിയെ പറ്റിയോ തന്നെയോ അല്ല ഇതിൽ പ്രതിപാദിക്കുന്നത്. ഭഗവാന്റെയും ഭക്തന്മാരുടെയും ആധ്യാത്മിക സ്വഭാവത്തെ പൂർണ്ണമായി വിശദീകരിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ, ശ്രീമദ് ഭാഗവതം. അപ്പൊ ഭക്തന്മാരുടെ സ്വഭാവം നമ്മൾക്ക് ആർജിക്കണമെങ്കിൽ, നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ഭക്തന്മാരെ കുറിച്ച് നമ്മൾ കേൾക്കണം. എന്തൊക്കെയാണ് ഭക്തന്മാർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അവർ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത്, എങ്ങനെയാണ് അവർ ഭക്തി ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ മറ്റു ഭക്തന്മാരുമായിട്ട് ഇടപഴകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിലും ക്രമേണ ആ ഭക്തന്റെ സ്വഭാവങ്ങളൊക്കെ നമ്മളിലും വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഭാഗവതം വായിക്കുന്ന സമയത്ത് ഭക്തന്മാരുടെ ഗുണഗണങ്ങളൊക്കെ നമ്മളിലും വന്നു ചേരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കൃഷ്ണാബോധത്താൽ ഭഗവത് സാക്ഷാത്കാരം നേടിയവർ അത്തരം ഉത്കൃഷ്ട ഗ്രന്ഥത്തിന്റെ ശ്രവണത്തിൽ ആനന്ദം കൊള്ളുന്നു. ഭഗവാന്റെയും ഭക്തന്മാർ അവിടെ ആ ഒരു സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്കും ആ ഒരു സ്വഭാവം ഉണ്ടാകും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഭാഗവതം നിരന്തരമായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ. അപ്പം ശ്രീമദ് ഭാഗവതം വായിക്കുന്നതിന്റെ പ്രാധാന്യം ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട്. അല്ലെ, ഭാഗവതം വായിക്കുന്നതിലൂടെ മാത്രമേ നമ്മൾക്ക് ഭക്തി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഭാഗവതത്തിൽ പറയുന്നു. പലരും ഞാൻ ഭഗവാന്റെ ഭക്തനാണെന്ന് പറയും, പക്ഷെ നമ്മൾ ഭാഗവതം വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഭാഗവതം വായിക്കുന്നില്ല, ഞങ്ങൾക്ക് അതിന് സമയമില്ല എന്ന് പറയും. അപ്പൊ ഭാഗവതം വായിക്കാതെ എങ്ങനെയാണ് നമ്മൾ ഭക്തനാവുന്നത്? അല്ലെ, ഭാഗവതത്തിൽ പറയുന്നുണ്ട് എന്താണ്, ഭക്തിർഭവതി നൈഷ്ഠികി നിത്യം ഭാഗവത സേവയ
ഭക്തിർഭവതി നൈഷ്ഠികം. നമ്മൾ ദിവസവും നിരന്തരമായിട്ട് ഭാഗവതം വായിക്കുമ്പോഴാണ് നമ്മൾക്ക് ഭക്തി ഡെവലപ്പ് ആവുന്നത്. നമ്മൾ ഇപ്പോഴേ ഭക്തന്മാരല്ല, അല്ലെ? നമ്മൾ സാധകന്മാരാ, ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ശുദ്ധഭക്തന്മാരൊന്നുമല്ല. അപ്പൊ നമ്മൾക്ക് ഭക്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഭാഗവതം വായിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തന്മാരെ കുറിച്ചും ഭഗവാനെ കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിൽ ആനന്ദിക്കാനും സാധിക്കുള്ളൂ എന്ന് പറയും. ഹരേ കൃഷ്ണ. യെസ്, അപ്പൊ നമ്മൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിൽ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ശ്ലോകം വായിക്കാം. യെസ്, എന്തെങ്കിലും സംശയമുണ്ടോ? യെസ്, അപ്പൊ നമ്മൾക്ക് ശ്ലോകം വായിക്കാം. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. സുപ്രഭ മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത